ശ്രീഗുരവേ സമർപ്പയാമി. വിജഷായ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പൊഴുത് പിടിച്ചുകൊണ്ട് ഇടത്തോട്ട് 3 പ്രാവശ്യം തിരിയാം. ധൂപദീപം നമഃ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞിടണേ എല്ലാവരും. ചന്ദനത്തിനെയും കൊടിവിളക്ക് ഒഴിഞ്ഞിടും. അതിനൊഴിയുമ്പോൾ ചന്ദനത്തിന് മുക്കിയിട. പൂവിന്റെ അരയിൽ തന്നെ ചന്ദനം ഉണ്ടാവും. ഗന്ധപുഷ്പം നമഃ. സാഷ്ടാംഗോയം പ്രണാമസ്തേ മുജ്ജത്വമേ അഖിലാൻ പിതൃൻ. നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പൂവും കുറച്ച് അരി എടുത്തോളൂ. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭഗവാനെ പ്രാർത്ഥിച്ച് അതിലേക്ക് സമർപ്പിക്കുക. അത് കഴിഞ്ഞാൽ വസ്ത്രത്തിന്റെ തലഭാഗത്ത് കുറച്ച് വെള്ളം ചേർക്കണം. പിണ്ടത്തിന്റെ മേലെ പിഴിയണം. ഏകേ ചാസ്മത കുലേ ജാത അപുത്ര ഗോത്രജാമൃതാഹ തേ ഗൃഹണന്തു മയാ ദത്തം വസ്ത്രനിഷ്പീഡിനോദകം. പിഴിഞ്ഞ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇലയിൽ ബാക്കി പൂവോ അരിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ചെടുത്ത് കയ്യിൽ പിടിക്കുക. 2 കയ്യിലായിട്ട് പിടിച്ചോളൂ. നമ്മുടെ ഈ പിതൃക്കളൊക്കെ നമ്മൾ വിഷ്ണു ലോകത്തിലേക്ക് തന്നെ തിരിച്ച് പറഞ്ഞയക്കുന്നതായിട്ട് സങ്കല്പിക്കുക എല്ലാവരും. ഓം യമായ സംഗായ സപരിവാരായ പിതൃഭ്യഃ വായസായ യഥാസ്ഥാനം പ്രാപയതു ഓം ഉദ്വാസയാമി. ഇങ്ങനെ 3 പ്രാവശ്യം ആ കൊടിയിലയെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് കൊടിയിലയിൽ തന്നെ സമർപ്പണം ചെയ്തോളൂ. 2 കൈയോടും കൂടി കൊണ്ട് ഒഴിയുക. എന്നിട്ട് കൊടിയിലയിൽ സമർപ്പണം ചെയ്യുക. അതിനുശേഷം കൊടിയിലയിൽ നിന്ന് ഒരു പൂവെടുത്ത് മണത്ത് കളയണം. മറ്റൊരു പൂവെടുത്ത് ശിരസിൽ വയ്ക്കുക. അനന്തരം കൊടിയിലേൻ്റെ തലഭാഗത്ത് കുറച്ച് എള്ളും ശർക്കരയും കൂടി കുഴച്ച് വെച്ചതുണ്ട്. അത് തർപ്പണ പ്രസാദമായിട്ട് കുറച്ച് കഴിക്കുക. അത് കഴിഞ്ഞാൽ കൊടിയിലുള്ള 2 ദർഭയും കൈമുള്ള പവിത്രം ഊരി കെട്ടഴിച്ച് വയ്ക്കണം. എല്ലാം കെട്ടഴിക്കണം കേട്ടോ. പിണ്ടത്തിന്റെ അടിയിലുള്ള 2 ദർഭയും കൈവിട്ടിരിക്കുന്ന പവിത്രം ഊരിയിട്ട് കെട്ടഴിച്ച് വയ്ക്കുക. കെട്ടഴിച്ച് കഴിഞ്ഞാൽ ചീന്തല അടിയിലും കൊടിയില മുകളിലായിട്ട് വെച്ച് നമ്മുടെ ഈ സൈഡിലുള്ള ആ സ്റ്റെപ്പിൻ്റെ മേലെ കൊണ്ടുവയ്ക്കണം. സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതാണ് എങ്കിലും ചെറുതായിട്ടൊരു വഴുക്കലവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, വഴുതാതെ നോക്കണം. അവിടെ കൊണ്ടുവച്ച് 3 പ്രാവശ്യം വെള്ളം തെളിച്ച് 3 പ്രാവശ്യം കൈമുട്ടി നമസ്കരിച്ച് പോരുക. ഗ്ലാസ് എല്ലാവരും ഇവിടെ